നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ കണ്ണനല്ലൂർ ന്യൂസിൻ്റെ സിറാജാണ്. ഈ വസ്തുവിൽ കിടന്ന് 2 നായ്ക്കളുണ്ടായിരുന്നു. അതിലൊരു നായി ഇന്നൊരു 10-15 ആൾക്കാരെ ഈ നെടുമന പഞ്ചായത്തിലെ 19, 20 വാർഡുകൾ 18 വാർഡുകളിൽ ഒരു 15ഓളം ആൾക്കാരെ കടിക്കുകയും അതിൽ 1-2 പേർക്ക് നല്ല മുറിവ് സംഭവിക്കുകയും ചെയ്തു. അതേ കണക്ക് തന്നെ വളർത്തു നായ്ക്കളെയും ആ പട്ടി കടിച്ചിട്ടുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിൽ കിടന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അതേ കണക്ക് ആ പട്ടിയെ കാണാനില്ല. അതേ കണക്ക് ഒരു 10-15 പട്ടീൻ്റെ കൂടെ അല്ലാതെ അലയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എവിടെയാണെന്ന് അറിയത്തില്ല. അന്നേരം ആൾക്കാർ ജാഗ്രത പാലിക്കണം. കാര്യം ഈ പട്ടിയെ ഇന്ന് എല്ലാവരോടും എറിഞ്ഞു കൊന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വളരെ അടിയന്തരമായ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. നെടുമ്പന പഞ്ചായത്തിലെ വിവിധ മേഖലകൾ, അതായത് 18-ാം വാർഡിലെയും 17-ാം വാർഡിലെയും വിവിധ മേഖലകൾ, മുളങ്കുഴി, തൈക്കാവ് ജംഗ്ഷൻ, ചിലവൂർ കോണം ഭാഗം എന്നീ മേഖലകളിലുള്ള നിരവധി വീടുകളിലുള്ള കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ പേപ്പട്ടി കടിച്ചിരിക്കുകയാണ്. വീടുകൾക്കകത്ത് പോലും കയറി പട്ടി കടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ തന്നെ ഏകദേശം 10-ലധികം ആളുകളെ പട്ടി കടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെയധികം ജാഗരൂപരായി ആളുകൾ ഇരിക്കേണ്ടതാണ്. പട്ടിയെ കൊല്ലുവാനുള്ള അല്ലെങ്കിൽ പട്ടിയെ നശീകരിക്കുവാനുള്ള നടപടി കൈക്കൊള്ളുവാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമത്തിലാണ്. വീടുകളിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങുമ്പോഴും വലിയവർ, മുതിർന്നവർ ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. എന്താ പറ്റിയതാ? ഒരു പട്ടി ഓടി വന്ന് അപ്പുറത്ത് വന്ന് ഒരു കൊച്ചിനെ കടിച്ച് മാക്സി തൂങ്ങിക്കിടന്ന് മോളെ അടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ അതിനെയും കടിച്ച്. അതിനപ്പുറം റാസിയുടെ മാമായെ 4-5 കടിയടിച്ച്. അങ്ങനെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. നെടുമന ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് രാവിലെ നെടുമന പഞ്ചായത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു കറുത്ത പട്ടി ഒരു 10-15ഓളം ആളുകളെ കടിക്കുകയും അള്ളുകയും ചെയ്തു. തൊട്ട് ഹോസ്പിറ്റലുകളിൽ അവരെ കൊണ്ടുപോവുകയും തുടർന്ന് അതിനെ അന്വേഷിച്ചു. അതിനെ ജനങ്ങൾ ഒന്നാകെ നിന്ന് എറിഞ്ഞ് അതിനെ കൊല്ലുകയും അതിനെ കൊല്ലം ജില്ലാ മൃഗാശുപത്രിയിലേക്ക് ഇപ്പം ടെസ്റ്റിനായിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ടെസ്റ്റ് കഴിയുന്നത് വരെ ഈ പ്രദേശഭാഗങ്ങളിൽ, നെടുമ്പനയുടെ പല ഭാഗങ്ങളിൽ, പ്രദേശഭാഗങ്ങളിൽ താമസിക്കുന്നവരടുത്ത് പ്രത്യേകിച്ചായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ പട്ടി മറ്റ് മൃഗങ്ങളെ ഏതെങ്കിലും കടിക്കുകയോ അള്ളുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഏതെങ്കിലും വശാൽ പേ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മറ്റ് മൃഗങ്ങളിലേക്ക് പകരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അന്നേരം ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രതയോടുകൂടി ഇത് ഈ ഒരാഴ്ചത്തേക്ക് കൃത്യമായ രീതിയിൽ ജാഗ്രതയോടുകൂടി കഴിയണമെന്ന് മാത്രം പറയുകയാണ്. ഇതിന്റെ കൂടെ ഒരു പട്ടിയും കൂടെ ഉണ്ടായിരുന്നു പറയുന്നല്ലേ? ഇതിന്റെ കൂടെ അല്ല, ഇത് കിടക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു പട്ടിയും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. അല്ല, കിടക്കുന്നതിന്റെ കൂടെ പട്ടിയില്ല. നിലവിൽ ഇത് ഇന്നലെ മുതലേ ഇതുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പട്ടിയെ കടിച്ചതായിട്ടുള്ള ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയെ നിലവിൽ കടിച്ചിട്ടുണ്ട്. അതിനെ വാക്സിനേഷൻ എടുക്കുവാൻ ആ വീട്ടുകാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തെരുവു പട്ടികൾ ഒരുപാടെണ്ണം ഇതിൻ്റെ കൂടെ സഹവസിച്ച് വരുന്നതാണ്. ആ പട്ടികളെയാണ് നമുക്കിപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളായിട്ടിലേക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് അതാണ് നമ്മളിപ്പം അവരെ നിരീക്ഷണമായ രീതിയിൽ നടത്തിക്കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ജനങ്ങൾ നമ്മൾ ഒന്നാകെ നിന്നുകൊണ്ട് ഇത് ഈ നാടിന് ഒരു വിപത്താണ്. അത് ഒരുമിച്ച് നിന്ന് നമുക്കിതിനെ നേരിടാവുന്നത് തന്നെയാണ്. രാവിലെ ഒരു 10 മണിയോട് അടുപ്പിച്ച് ഇവിടെയുള്ള നാട്ടിലെ ജനങ്ങളെല്ലാം ഒരു പട്ടി ഓടി ചാടിയെന്ന് കടിക്കുകയും വീടിനകത്തേറെ കയറി പട്ടികളെ പിള്ളേരെ ഉൾപ്പെടെ ഉപദ്രവിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ എല്ലാവരെയും ഇന്ന് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുമായിട്ട് മാറ്റിയിരിക്കുകയാണ്. പിന്നെ പട്ടി നാട്ടിലെല്ലാം കൂടി ചേർന്ന് എറിഞ്ഞു കൊന്നു. അപ്പോൾ അതിൻ്റെ ദേഹത്ത് പേവിഷമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിട്ട് അപ്പോൾ കൊല്ലത്തോട്ട് കൊണ്ടുപോകാൻ എല്ലാ സജ്ജീകരണം ചെയ്തിരിക്കുകയാണ്. ആൾക്കാർക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല. ബാക്കി പിന്നെ അതേപോലെ തന്നെ 10-100ഓളം പട്ടികളെ ഈ പട്ടി കടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതിനകത്താണ് ഇപ്പം നാട് മൊത്തം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഇതിനകത്ത് യാതൊരു നടപടി കാര്യങ്ങളൊന്നുമില്ല. മുമ്പ് എത്ര നാളുകൊണ്ടേ പറയുന്നതാണെന്ന് അറിയാം പട്ടിയുടെ കാര്യങ്ങളൊക്കെ കുറിച്ച്. പഞ്ചായത്തുകാർ ഇതുവരെ കണ്ണ് തുറന്നിട്ടേ ഇല്ല. പഞ്ചായത്തുകാരനെ അവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പറ്റിയാലേ പഞ്ചായത്തുകാർ കണ്ണ് തുറന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സംഭവിച്ചെന്ന് പറയുന്നത് ഇവിടെ രാവിലെ ഒരു 2 പേപ്പട്ടി, ഈ പേപ്പട്ടി ഇന്നലെ തൊട്ട് ഇവിടെ കിടന്ന് കറങ്ങിയായിരുന്നു. ഇവിടെ സംഭവം ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ നമ്മൾ അറിഞ്ഞില്ല ഇത് പേപ്പട്ടിയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. കുഞ്ഞൻ പട്ടിയായിരുന്നു. രാവിലെ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഒരാളവിടെ